ദൈവത്തിൽ നിന്നും പുത്രനും രക്ഷകനുമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സ്നേഹവും സമാധാനവും എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടുള്ള വിശുദ്ധ വേദഭാഗം യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നല്ല മേച്ചിൽപ്പുറത്ത് ഞാൻ അവയെ മേയിക്കും. ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടം ആയിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേൽപ്പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കുകയും കിടത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ച് കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും. ഞാൻ ന്യായത്തോടെ അവയെ മേയ്ക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ഉറവിടമായിരിക്കുന്ന സർവശക്തനായ നല്ല ദൈവമേ, ഈ വിശേഷതയേറിയ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിപ്പാനും ആരാധിക്കുവാനും ദൈവം ഒരവസരം നൽകി. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കാരണം ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു, എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഒടിഞ്ഞ് തകർന്ന് അന്യപ്പെട്ടു പോയതാണ്. എന്നാൽ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് മനസ്സ് തോന്നി. പലപ്പോഴും ഓടിച്ചു കളയുന്നതും തള്ളിക്കളയുന്നതും മാറ്റപ്പെടുന്നതുമായ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം അവൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് ദൈവമേ എത്ര വിലയേറിയതാണ്. അതുകൊണ്ട് ദൈവമേ, ഈ ആരാധന എൻ്റെ ജീവിതത്തിൽ ഒരു ഭംഗി നൽകട്ടെ, ഒരു പ്രകാശം എൻ്റെ ജീവിതത്തിൽ നൽകട്ടെ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരുളടഞ്ഞ അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ പ്രഭാതത്തിൽ മാറ്റി ഞങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തണം. സകലതും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രക്ഷകനാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ അനുഗ്രഹീതമായ ഒരു ചിന്ത ഇവിടെ മനുഷ്യർക്ക് നൽകുകയാണ്. ആടുകളെ പലപ്പോഴും പരിപാലിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാം എങ്ങനെയാണ് ആടുകളെ പരിപാലിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങൾ നമുക്ക് അതിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് കാണാം. എന്നാൽ നഷ്ടങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് സൂക്ഷിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ഈ വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ നല്ല മേച്ചിൽപ്പുറത്ത് ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും. അവിടെ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറത്ത് മേയുകയും ചെയ്യും എന്നാണ്. ഒരു പുഷ്ടിയുള്ള മേച്ചിൽപ്പുറം എന്ന് പറയുന്നത് ദൈവസന്നിധിയാണ്. ഈ ഭൂമിയിൽ യഹോവയായ ദൈവത്തെ വലിയ ഇടയനായി കാണുകയും ആടുകളെ ഇടയനായി അല്ലെങ്കിൽ മനുഷ്യരെ ആടുകളായി എണ്ണുകയും അതുപോലെ ദാവീദ് ആടുകളെ മേയ്ക്കുന്ന ഏറ്റവും ശ്രേഷ്ഠ ഇടയനായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നത് പ്രത്യേകമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ദാവീദ് വനാന്തരങ്ങളിൽ ആടുകളെ മേയ്ക്കുമ്പോൾ വളരെ പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ ആടുകളെ ഉപദ്രവിക്കുന്ന
മൃഗങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ വളരെയധികം സാഹസികമായി, വളരെയധികം പ്രാർത്ഥനയോടെ നേരിടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ആടുകളെ രക്ഷിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു വലിയ ഇടയനായി മനുഷ്യരാകുന്ന നമ്മളെ ആട്ടിൻകൂട്ടമായി കരുതുകയും ചെയ്യുമ്പോൾ ഇവിടെ അതിനെക്കുറിച്ചാണ് വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ഒരു 2 ബന്ധങ്ങളുണ്ട്. ആടുകളും ദാവീദും തമ്മിലുള്ള നല്ലൊരു ബന്ധമുണ്ട്. കാരണം അവൻ്റെ ശബ്ദം കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അവൻ്റെ വിളി എപ്പോഴൊക്കെ ഉണ്ടാകുമോ ആടുകളെല്ലാം അതിൻ്റെ അടുത്തേക്ക് വരും. അത് ആടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആട് മേയ്ക്കുന്ന ഇടയനും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൻ ശബ്ദമുണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അപകടം വരുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ അത് ഓടി അടുത്തു വരുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ സ്നേഹത്തോടുകൂടെ ആ ഇടയൻ്റെ ശബ്ദം കേട്ട് നന്നായിട്ട് പരിപാലിക്കപ്പെടുന്ന ഒരനുഭവമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെ പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. ദൈവവും മനുഷ്യനുമായുള്ള കൂട്ടായ്മ ബന്ധത്തെക്കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആടുകളെക്കുറിച്ചും ഇടയനെക്കുറിച്ചും ആടുകളെ മേയ്ക്കുന്നവരെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രാവശ്യം നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ വേദഭാഗത്തിൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദൈവവും മനുഷ്യനുമായുള്ള കൂട്ടായ്മ ബന്ധമാണ്. പലപ്പോഴും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ ആ ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളാൽ, ചില ചിന്തകളാൽ നമ്മൾ തന്നെ ദൈവത്തിൽ നിന്ന് മാറി ജീവിക്കുവാനായിട്ട് തീരുമാനിക്കാറുണ്ട്. ആ തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റാണ് എന്ന് മനസ്സിലാകുന്നത് കുറേ കഴിയുമ്പോഴാണ്. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ ആദം ഹൗവ അവർ പാർത്തിരുന്ന മനോഹരമായ ഒരു ഏദൻ തോട്ടമുണ്ട്. അവിടെ ഭക്ഷിക്കാം, മനോഹരമായി ജീവിക്കാം, എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ദൈവം അവിടെ ആക്കി വെച്ചു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ജീവി അതിനകത്തേക്ക് പ്രവേശിച്ചു. അവരോട് പറഞ്ഞു, വാസ്തുമായി ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച ദൈവത്തിൽ നിന്ന് ഇവരെ അടർത്തി മാറ്റി. എല്ലാ ദിവസവും ദൈവം വെയിലാറുമ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വരുമായിരുന്നു, അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു, അവരുമായിട്ട് നല്ലൊരു കൂട്ടായ്മ ബന്ധം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഏതോ ഒരു ചെറിയ ജീവി തൻ്റെ ഹൃദയത്തിനകത്തേക്ക് അതിൻ്റെ സ്വഭാവത്തെ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്തപ്പോൾ തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളും അവസാനിച്ച് ആ തോട്ടത്തിന് മനുഷ്യൻ പുറത്താവുകയാണ് ചെയ്യുന്നത്. ആദവും ഹവ്വയെയും പുറത്താക്കിയ ഉടനെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വാളുമായി നിർത്തി, ഇനി ഇവരെ തിരിച്ച് കയറ്റരുത് എന്നുള്ള ചിന്തയിൽ വാളുമായി നിർത്തി അവിടെ ഏദൻ തോട്ടം പൂട്ടപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ പൂട്ടിയ ഏദൻ തോട്ടത്തിൽ മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് വീണ്ടും യേശു ക്രിസ്തു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ഇവരെ ഇങ്ങനെ വെളിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ ശത്രു അവനെ നശിപ്പിക്കും എന്നുള്ള ചിന്തയിലാണ് പിന്നീട് ഇവരെ ചേർക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മകൾ ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മ ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സ്ഥലത്ത് നിന്നുള്ള നന്മ നഷ്ടപ്പെടും എന്നാണ്. അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്തായെങ്കിൽ പിന്നീട് അവർക്ക് കൊടുത്ത ശിക്ഷയെന്ന് പറഞ്ഞാൽ, നേരത്തെ പുരുഷന് അധ്വാനം, അവിടെ കൂടുതൽ അധ്വാനിക്കേണ്ടതിൽ എല്ലാം പരിപാലിച്ചാൽ മാത്രം മതിയായിരുന്നു, എല്ലാം കാത്താൽ മതിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിനെ കാത്ത് എല്ലാത്തിന്മേലും നിനക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കടന്നു പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ ഈ കാക്കപ്പെടേണ്ട വ്യക്തി ഇതാ തോട്ടത്തിന് പുറത്താവുകയാണ് ചെയ്യുന്നത്. മനുഷ്യ ക്രിസ്തീയ ജീവിതം ഇതുപോലെ പലപ്പോഴും ദൈവം തരുന്ന നന്മകൾ അനുഭവിക്കാൻ കഴിയാതെ, പലപ്പോഴും ദൈവത്തിൽ നിന്ന് തന്നെ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യ ജീവിതത്തെ കാണുവാനായിട്ട് സാധിക്കും.
ഈ പ്രഭാതത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധമാണ്. ആ ബന്ധം ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. വീട്ടിലുള്ള പല പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, ദേശത്ത് പ്രശ്നങ്ങളുണ്ടാകാം. ഇതൊന്നും ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. പല ഭാഗങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യം, സമൂഹത്തിലുള്ള കാര്യം, സമൂഹത്തിൽ ചിലപ്പോൾ വാക്ക് തർക്കം ഉണ്ടാകും, അതിരുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകും, വ്യക്തികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകും. ഇതൊന്നും ദേവാലയത്തിൽ അത് പാടില്ല. ദേവാലയത്തിൽ വരുമ്പോൾ ശുദ്ധ ഹൃദയത്തോടെ മനസ്സാക്ഷിയോടുകൂടെ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കൂട്ടായ്മയിലേക്ക് വരണം. ഇവിടെ അടിപിടിയോ അക്രമോ ഒന്നും പാടില്ല. അത് ദൈവത്തിൻ്റെ സ്ഥലമാണ്. ദൈവത്തിൻ്റെ സ്ഥലത്തെക്കുറിച്ച് മാന്യതയോടുകൂടെ, അവിടുത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് ഭവ്യതയോടുകൂടെ ഭയഭക്തിയോടെ ജീവിച്ച് തലമുറയ്ക്ക് അത് വഴികാട്ടിയായി പറഞ്ഞു കൊടുക്കണം. മക്കളെ, ദൈവത്തെ ആരാധിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് ഒരപ്പൻ പറയണം, അല്ലെങ്കിൽ ഒരമ്മ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് ദേവാലയത്തിൻ്റെ മഹത്വവും സ്നേഹവും കരുതലും അനുഭവിക്കേണ്ടത്. അപ്പോൾ കൂട്ടായ്മ മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും നഷ്ടപ്പെടുമോ അന്ന് മുതൽ തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരും. പിന്നെ നമുക്ക് ഒന്നിനെയും പരിഹരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരു തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വേറെ ഒരു തോട്ടത്തിലും ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല. അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത്, പുരുഷനോട് പറഞ്ഞു, നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കണം എന്നാണ്. അപ്പോൾ അവനൊരു കഷ്ടപ്പാട് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഈ നാൾ വരെയും പുരുഷന്മാർ അധ്വാനിക്കുന്നു, ജീവിതകാലം മുഴുവനും അധ്വാനിച്ച് അങ്ങനെ കുടുംബത്തെ പോറ്റുന്ന ഒരനുഭവം. സ്ത്രീയോട് പറഞ്ഞു, നീ വേദനയോടുകൂടെ കുഞ്ഞിനെ പ്രസവിക്കും, അങ്ങനെ നീ ആ ഒരു അനുഭവത്തിൽ എത്തിച്ചേരും. അതിനെ പ്രേരിപ്പിച്ച സാത്താനോട് പറഞ്ഞു, നീ പൊടിയിലെ മണ്ണ് തിന്ന് തറയിൽ നീ ഇഴഞ്ഞ് ജീവിക്കും. അവൻ്റെ കൈകാലുകളെല്ലാം നഷ്ടപ്പെട്ട് അവൻ്റെ കൈയും കാലും ഉണ്ടായിരുന്ന ഉരകം ആണ്. പഴയ പുസ്തകം പഠിക്കുന്നത് ഈ പാമ്പ് എന്നുള്ള ജീവി ശരിക്കും പറഞ്ഞാൽ ഉരക ഗണത്തിൽപ്പെട്ടതാണ്. ഈ ഉരക ഗണത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ കൈയും കാലും ഇല്ലാതെയായി തറയിൽ പൊടി തിന്ന് ജീവിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതിനെ തകർക്കുവാൻ ഒരു ദൈവമുണ്ട്. അവൻ കുതുകാൽ കടിക്കുമ്പോൾ അവൻ്റെ തലയെ തകർക്കുവാനായിട്ട് ഇവിടെ ദൈവം അതിനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം മനുഷ്യന് നഷ്ടപ്പെടുവാനായിട്ട് പാടില്ല എന്നാണ്. ഇനി ഈ ഭാഗത്ത് പറഞ്ഞതെല്ലാം നമുക്കറിയാം. ദൈവം പറഞ്ഞു, എൻ്റെ ആടുകളെ ഞാൻ തിരിഞ്ഞു നോക്കും എന്നാണ്. നഷ്ടപ്പെട്ടു പോയ ആടുകളെല്ലാം തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ ഇന്ന് രാവിലെ സമയം ആരാധനയിൽ പങ്കെടുക്കാതെ ചിലരൊക്കെ ഭവനങ്ങളിൽ ഇരിപ്പുണ്ടാകാം. പക്ഷെ ബൈബിൾ പറയുന്നു, ഞാൻ തിരിഞ്ഞു നോക്കും, അവരെയൊക്കെ കാണും. നീ എവിടെ ആയിരിക്കുന്നു എന്നൊക്കെ നോക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നാണ്. തീർച്ചയായും ആ ദൈവം നോക്കുക തന്നെ ചെയ്യും. ഈ ദൈവം പിന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞ് 18ഓളം പ്രാവശ്യം ഈ വായിച്ച വേദഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ വിടുവിക്കും, നിന്നെ പുറപ്പെടുവിക്കും, ഞാൻ നിന്നെ ശേഖരിക്കും, സ്വദേശത്തേക്ക് കൊണ്ടുവരും, നിന്നെ മേയിക്കും, നിന്നെ നല്ല സ്ഥലത്ത് കിടത്തും, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടും, ദീനം പിടിച്ചതിനെ ശക്തീകരിക്കും എന്നൊക്കെയാണ്. ഇപ്പം ഇങ്ങനെ എല്ലാ തരത്തിലും ഈ വേദഭാഗത്ത് നൽകുമ്പോൾ അവിടെ പറയുന്ന നല്ലൊരു പങ്ക് ശക്തി ക്ഷയിച്ച ആടുകൾ ദൈവത്തിൻ്റെ തൊഴുത്തിലുണ്ടെന്നാണ്. എവിടെയൊക്കെയോ വേദനയോടുകൂടെ നിരാശയോടുകൂടെ നടക്കാൻ കഴിയാതെ, കാലുകൾ ഉളുക്കിയ അവസ്ഥയിൽ, നടക്കാൻ പറ്റാതെ, ശ്വസിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന കുറേ പേര് തൻ്റെ തൊഴുത്തിലുണ്ട് എന്നാണ്. എന്നാൽ ആടുകൾ ദൈവത്തിൻ്റെ തൊഴുത്തിലുണ്ട് എങ്കിൽ പോലും അവൻ്റെ മേച്ചിൽപ്പുറത്ത് അങ്ങനെയുള്ളത് ഒന്നും ഇല്ല എന്നാണ്. അപ്പോൾ മേയ്ക്കുന്ന സ്ഥലത്ത് ഒരിക്കലും അങ്ങനെ ഒടിഞ്ഞതും വേദനിക്കുന്നതും ഒന്നും കാണത്തില്ല. അവിടെ ഒരു സന്തോഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ ബൈബിൾ പറയുന്നു, തൊഴുത്തിലുള്ള ആടുകളെക്കുറിച്ചും നമുക്കൊരു ചിന്ത വേണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സഭയിൽപ്പെടുന്ന കുടുംബങ്ങൾ വേദനിക്കുന്നവർ, സ്വസ്ഥതയില്ലാതെ കഴിയുന്നവർ, സമാധാനമില്ലാതെ കഴിയുന്നവർ, കഴിഞ്ഞ നാളുകളിൽ ഓടിച്ചാടി നല്ല പച്ച പുൽപ്പുറങ്ങളിൽ ഓടിച്ചാടി മേഞ്ഞവർ, ദൈവത്തോട് കൂടെ നടന്നവർ, ഇടയൻ്റെ പരിപാലനത്തിലായവർ, ഇങ്ങനെയുള്ള വ്യക്തികൾ പലപ്പോഴും ഇന്ന് നടക്കാൻ കഴിയാതെ ക്ഷീണാവസ്ഥയിൽ ഭാരപ്പെട്ട് ഭവനങ്ങളിൽ കഴിയുമ്പോഴും
മേച്ചിൽപ്പുറമാകുന്ന ദൈവസന്നിധിയാകുന്ന ദൈവസഭയിൽ ബൈബിൾ പറയുന്നത് ഇവിടെ നിനക്ക് ശക്തി പകരുവാൻ, ഇവിടെ നിനക്ക് അങ്ങനെയുള്ളത് കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും തൻ്റെ ആ തൊഴുത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അതാണ് ഈ വേദഭാഗത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം. ഈ കൂട്ടായ്മയുടെ, ഈ ആരാധനയുടെ, ദൈവമായിട്ടുള്ള ചേർന്നുള്ള ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഒന്നാമത്തെ കാര്യം അന്യോന്യം ശക്തിപ്പെടുക എന്നാണ്. അപ്പോൾ പരസ്പരം ഒന്ന് ശക്തിപ്പെടണമെങ്കിൽ ഒരു കൂട്ടായ്മ വേണം. നമുക്കറിയാം, ഒറ്റയ്ക്കൊരു വൃക്ഷം നിന്നാൽ അത് കുറേ കഴിയുമ്പോൾ അതിന് ഒരു താങ്ങില്ലാതെ, തണലില്ലാതെ അത് ചിലപ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അതിൻ്റെ അടിസ്ഥാന വേരുകൾ ചിലപ്പോൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ കൂട്ടത്തോടുകൂടെ നിൽക്കുന്ന വൃക്ഷങ്ങളെ നോക്കുമ്പോൾ അതിൻ്റെ വേരുകൾ തമ്മിൽ, അതിൻ്റെ അടിസ്ഥാനപരമായ അനുഭവങ്ങൾ തമ്മിൽ നല്ല ഒരുക്കമുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേരുകൾ തമ്മിൽ നല്ല പിണച്ചിലുണ്ടായിരിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള പച്ചിലകൾ ഒരു വൃക്ഷത്തിന് ആശ്വാസം പകരും. അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അതിനും കൂടെ ആശ്വാസകരമായി തീരും. അതുപോലെ ബൈബിൾ പറയുന്നത് അന്യോന്യം ശക്തിപ്പെടണം. ഒരു കൂട്ടായ്മ ബന്ധം നമുക്ക് സഭയിലുണ്ടാകണം. യൗവന പ്രിയപ്പെട്ടവരുണ്ട്, ആത്മീക കാര്യത്തിൽ കൂടുതലായിട്ട് ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. ജോലി കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. എങ്കിൽ പോലും യൗവനക്കാരായിരിക്കുന്ന വ്യക്തികൾ കൂടുതലായിട്ട് ശക്തിപ്പെട്ട് ഇങ്ങനെയുള്ള വീടുകൾ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരു സമയം കണ്ടെത്തണം. കാരണം തൊഴുത്തിൽ കുറേ പേര് കിടപ്പുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, ഈ സഭയിൽ കടന്നു വന്നവർ, ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി വളരെ തീഷ്ണതയോടെ നിന്നവർ ഇന്ന് നടക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. ശാരീരികമായ ക്ഷീണം മാറ്റുവാനായിട്ട് നമ്മുടെ ഒരു കൈത്താങ്ങൽ വേണമെങ്കിൽ നമ്മളും യേശുവിനെ പോലെ ഒരു ഇടയനായി നമ്മൾ നിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അന്യോന്യം ശക്തിപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നീട് പറയുന്നത്, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഒരു മനസ്സുണ്ടാകണം. പലപ്പോഴും ജീവിതത്തിൽ മനുഷ്യന് പ്രയാസങ്ങൾ വരാറുണ്ട്. ഏത് തരത്തിലുള്ള പ്രയാസങ്ങളാണ്, എപ്പോഴാണ് വരുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരു വ്യക്തി സുഖമില്ലാതെയായാൽ അവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ആശുപത്രിയിലോ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ അതിന് പങ്കെടുക്കുവാനും അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ സഭയ്ക്കുണ്ടെങ്കിൽ കൂട്ടായ്മ ബന്ധത്തിൻ്റെ ശക്തി കൂടുക തന്നെ ചെയ്യും. ഏതൊരു മനുഷ്യൻ്റെയും ചില കാര്യങ്ങളൊന്നും ആരും ആരോടും പറയാറില്ല. അവർ പറയും, എൻ്റെ കാര്യം ആരും അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങളെ തന്നെ കാര്യങ്ങൾ ഒതുക്കി അത് ശ്രേഷ്ഠമായ രീതിയിൽ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയും. പക്ഷെ എപ്പോഴാണോ ദൈവമായിട്ടുള്ള പങ്കിടൽ നമുക്കുണ്ടാകുന്നത്, അപ്പോൾ മുതൽ നമുക്ക് വീണ്ടും ശക്തി പ്രാപിപ്പാനായിട്ട് സാധിക്കുമെന്നാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് നല്ല അനുഭവങ്ങളെ പങ്കിടാനുമാണ്, അതിനുവേണ്ടി പങ്കിടുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നല്ല ചിന്തകളെ ഒരുമിച്ച് പങ്കിടുവാനാണ്, നല്ല ആലോചനകളെ പങ്കിടുവാൻ വേണ്ടിയാണ് നമുക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരൻ വൈകിയ സമയത്ത് കടന്നു വന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അച്ഛാ, ഞാൻ ചെന്നിട്ട് അദ്ദേഹത്തിന് ഒരു 3-4 കോള് ഇങ്ങനെ വരികയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് നിങ്ങളെ ഫോൺ വിളിക്കുന്നത്, എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത്, അപ്പോൾ ഞാൻ എവിടെ ഉണ്ട് എന്നറിയാൻ വേണ്ടി വിളിക്കുന്നതാണ് എന്നാണ്. അത് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് ഒരു കൂട്ടായ്മ ബന്ധമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ഇതൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. ഭർത്താവ് ഒരു സമയത്ത് വരും, ഭാര്യയ്ക്ക് വിശുമ്പോൾ ഭാര്യ കഴിക്കും, മക്കൾക്ക് വിശുമ്പോൾ മക്കൾ കഴിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ഒരു കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. പക്ഷേ ബൈബിൾ പറയുന്നത് ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുവാനായിട്ടുള്ള ഒരവസരമാണ്. അതുപോലെ തന്നെ ബലഹീന അനുഭവത്തിലായിരിക്കുന്നവർ ദൈവവചനത്തിൽ ഉറപ്പിക്കാനാണ്. നമുക്ക് ഒരാൾ ഭാരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവവചനം കൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ കഴിയണം, അതിനുവേണ്ടി ഒരുങ്ങണം. അതാണ് കൂട്ടായ്മ ബന്ധം. അതാണ് ദേവാലയത്തിലെ ആരാധന എന്ന് പറയുന്നത്, പരസ്പരം ആശ്വസിപ്പിക്കുകയാണ്.
ഒരാൾ തളർന്നു പോയി എന്ന് പറയുമ്പോൾ, ഒരാൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുമ്പോൾ, അവർ ഭയപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാനും ബലഹീനരെ ദൈവവചനത്തിൽ ഉറപ്പിക്കാനും കഴിയണം. അതുപോലെ തന്നെ പിന്മാറ്റക്കാരെ പ്രബോധിപ്പിച്ച് കർത്താവിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരണം. ഞാൻ ഇന്നലെയും ഒരു സഹോദരനെ കണ്ടു. ഇന്ന് ആ സഹോദരനെ ഞാൻ ഇന്ന് വരാമെന്നാണ് പറഞ്ഞത്. ദേവാലയത്തിൽ വരും എന്നൊക്കെ പറഞ്ഞതാണ്. വഴിയിൽ വെച്ച് കണ്ട ഒരാളാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ആരെയും ഞങ്ങൾ വെറുതെ വിടുന്നില്ല. കാരണം അവരോട് പറയുന്നു, ദേവാലയമുണ്ട്, നിനക്ക് പ്രാർത്ഥിക്കാനൊരു സ്ഥലമുണ്ട്, നീ അന്യപ്പെട്ടു പോകരുത്, വഴിത്തലക്കൽ നിൽക്കരുത്. അവരൊക്കെ വേണ്ടി ഭക്ഷണം ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി ദൈവവചനമാകുന്ന ഭക്ഷണം ഒരുക്കി വെച്ച് അവർക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ പിന്നത്തേതിലുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അവർ കടന്നു വരേണ്ടവർ ഉത്തരവാദിത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ബൈബിൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം അനുഭവിക്കുമ്പോൾ ഞാൻ നേരത്തെ ഉദ്ദേശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഫലം എന്താണ്? എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഫലമുണ്ടാകുന്നത്? ഒന്ന്, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഹിതം ചെയ്യുവാൻ അഭ്യസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? അത് എൻ്റെ ജീവിതത്തിലൂടെ നിറവേറണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അത് അഭ്യസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. സൺഡേ സ്കൂൾ പഠിക്കുക, സൺഡേ സ്കൂളിൻ്റെ പരീക്ഷകൾ എഴുതുക, അത് വിജയിക്കുക, അതുപോലെ മത്സരങ്ങൾക്ക് പങ്കെടുക്കുക, ഇതെല്ലാത്തിനും പിറകോട്ട് നിൽക്കുന്നവരല്ല. ദൈവസന്നിധിയിൽ കൂട്ടായ്മ ബന്ധം ഉണ്ടെങ്കിൽ ഇതെല്ലാം അഭ്യസിപ്പിക്കണം, അത് പഠിച്ചു വരണം, അത് മക്കളെ പ്രോത്സാഹിപ്പിക്കണം. മക്കളെ അത് വേണം, നിർബന്ധമായിട്ട് അത് വേണം, അത് പഠിക്കണം, ഇത് പഠിച്ചേ മതിയാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് ദൈവത്തിൽ നിന്നുള്ള ഒരു ഫലമുണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് പറയുന്നത്, കഷ്ടം സഹിപ്പാൻ അവരെ പഠിപ്പിക്കണം. അല്ലേ? എപ്പോഴും സുഖകരമായ ജീവിതം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോഴൊക്കെ കഷ്ടം അനുഭവിക്കേണ്ടി വരും. ഏതെല്ലാം നിമിഷങ്ങളിലാണ് കഷ്ടപ്പാട് വരുന്നത്, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ വരുന്നത്, നിരാശയുടെ അനുഭവങ്ങൾ വരുന്നത്, ഒന്നും നമുക്ക് പറയുവാനായിട്ട് കഴിയയില്ല. അതുകൊണ്ട് അവനെ സേവിക്കുവാൻ പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ്റെ ഹിതം അഭ്യസിക്കണം, അവനെ കഷ്ടം സഹിപ്പാൻ പഠിപ്പിക്കണം, സേവിക്കുവാൻ, ദൈവസേവ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ പാദസേവ ചെയ്യുക, ഒന്ന് സഹായിക്കുവാൻ. അല്ലേ? ഒറ്റപ്പെട്ടു പോയ നമ്മൾ ചിന്തിക്കുക, ഒരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് സഹായിക്കുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. ഇവിടെ നമുക്കൊരു കപ്പിയാറുണ്ട്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്നു. ചില സമയങ്ങളൊക്കെ പ്രായം ചെന്നൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് നടുവിന് പ്രയാസമുണ്ട്, പ്രായം ചെല്ലുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. ശരി, ഞാനും കൂടെ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൗവനക്കാരൻ വരികയോ ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ എത്ര ഭാഗ്യകരമാണ്. അതിന് നമുക്ക് വേറെ ഒന്നും ചെലവിടേണ്ട ആവശ്യമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ഒന്ന് വന്ന് ഒരു സഹായം കൂടെ ചെയ്യാം, ഞാൻ കൂടെ ചെയ്യാം എന്ന് പറയാം. ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ കപ്പിയോടെ പറഞ്ഞു, ഞാൻ കൂടെ സഹായിക്കും, ഞാൻ കൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണം, എന്ത് ഞാൻ കൂടെ ചെയ്തു തരാം. കാരണം അതൊരു ഇഷ്ടമാണ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അഭ്യാസമാണ്, എല്ലാ കാര്യങ്ങളും ഒന്ന് പങ്കിട്ട് ചെയ്യാൻ. അതുകൊണ്ട് സൗകര്യം കിട്ടുന്നവർ തീർച്ചയായും ആ ബലഹീനമായ ശരീരത്തെ ഒറ്റപ്പെടുത്താതെ വീണ്ടും വീണ്ടും നമ്മൾ അങ്ങനെ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഓടി നടന്ന് ആരും വേണ്ട ചെയ്യാൻ കഴിയും. പക്ഷേ ബലഹീനരാകുമ്പോൾ നമ്മുടെ ഒരു കൈത്താങ്ങ് ഉണ്ട് എങ്കിൽ അതൊരു അനുഗ്രഹമാണ്. അതുപോലെ സേവിക്കാൻ പഠിപ്പിക്കുക. ആരെങ്കിലും നമ്മുടെ മക്കളുണ്ടെങ്കിൽ മക്കളെ അവിടെ ചെല്ലണം, ചോദിക്കണം, അദ്ദേഹത്തോട് ചോദിക്കണം, ഞാൻ കൂടെ എന്താണ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു സഹായമുണ്ടോ? നമ്മളെല്ലാവരും ജീവിക്കുന്നു, എല്ലാവരും ജോലി ചെയ്യുന്നു, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും വസ്ത്രം കഴിക്കുന്നു, നമ്മൾ എവിടെയൊക്കെയോ കിടന്നുറങ്ങും. ഒരു കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് അതിനെ പരിഹരിക്കുവാൻ വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആശ്വസിപ്പാൻ ഇടയാകുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നാം ശീലിപ്പിക്കുന്നു. അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളത്, ഇവിടെ നമ്മുടെ സഭയുടെ ഡീക്കന്മാരായിട്ട് ഒത്തിരി പേരുണ്ട്. അവരൊക്കെ എന്നെ വന്നിട്ട് കുറച്ച് ദിവസമായി. അവരൊക്കെ എന്നെ ക്ഷണിക്കുന്നു, ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം അവർക്ക് കൊടുത്തിരിക്കുന്ന ചില ഭവനങ്ങളുണ്ട്. ആ ഭവനത്തിലേക്ക് എന്നെ കൂടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനും
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരവസരം. ഒരു മാസത്തിൽ ഒരു ദിവസം ശ്രമിച്ചാൽ 8, 10, 15 വീട് ഒരു സെക്കൻഡ് കൊണ്ട് കയറി ഇറങ്ങാൻ പറ്റത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ 2 മണിക്കൂർ അതിനുവേണ്ടി ഒരു മാസത്തിൽ ഒരിക്കൽ ചെലവിട്ടാൽ തീർച്ചയായും അതൊരു ആശ്വാസകരമായ അനുഭവമാണ്. പ്രസിഡന്റും സെക്രട്ടറിയും അവരുടേതായ കഴിവിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവർക്കും ഒത്തിരി ഓട്ടങ്ങളുണ്ട്. എങ്കിൽ പോലും ഓട്ടമെന്ന് പറയുന്നത് ഈ നമ്മുടെ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ പല കാര്യങ്ങളിലും പല സ്ഥലത്തുമൊക്കെ പുരോഹിതന്മാർ ക്ഷണിക്കാറുണ്ട്. അവിടേക്ക് അവർക്ക് പോകണം, ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അവരുടെ ഉപജീവന കാര്യങ്ങൾ നോക്കണം, ഇതെല്ലാം വേണം. പക്ഷേ ഇതിനോടൊപ്പം ഏൽപ്പിച്ചിരിക്കുന്ന ഡീക്കന്മാരുണ്ട്. അവർക്ക് ഞാനിവിടെ എല്ലാ ദിവസവും ഉണ്ട്. നിങ്ങൾക്ക് എന്നോട് ചോദിച്ചിട്ട് ഏതെങ്കിലും സമയങ്ങളിൽ ഈ ഭവനങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാൻ എനിക്ക് കൂടെ എന്നെ സഹായിക്കണം. അത് നിങ്ങളുടെ ഒരു സഹായമാണ്. അത് കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഒരിക്കലും ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ഇത് മനുഷ്യ സഹജമായ ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടാകണം എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. അപ്പം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഭാരങ്ങൾ ചുമക്കാനും കർത്താവിൽ വളരുകയും അവന് വേണ്ടി വിളങ്ങുകയും നന്നായിരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഏരിയയിൽ എത്ര പേരുണ്ട്, എത്ര പേര് തിരുവത്താഴം എടുക്കുന്നു, അവർക്ക് എന്തെങ്കിലും വിഷയമായിട്ട് ഭവനങ്ങളിലായിരിക്കുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അവരൊക്കെ നമുക്കൊന്ന് കൈത്താങ്ങാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാൻ, അതിന് വേണ്ടുന്നൊരു സഹായം ചെയ്യാൻ തീർച്ചയായും ഇത് ആവശ്യമാണ്. ഞാൻ ദൈവവും മനുഷ്യനുമായുള്ള കൂട്ടായ്മ ബന്ധവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അടിസ്ഥാനമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഇനി ഇതിന് ചില കഷ്ടതയുടെ ചില ഉദ്ദേശങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി നന്നായിട്ട് നീ വിശ്വസ്തനായിരിക്കുന്നുവോ എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കഷ്ടതയുടെ ഉദ്ദേശം. 2, അനുസരണവും സത്യവും അഭ്യസിക്കാൻ വേണ്ടിയാണ്. അവൻ അനുസരിക്കണം, ദൈവത്തെ ആരാധിക്കണം. അനുസരിക്കാതെ പോയാൽ അവൻ അടി കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയും അനുസരണവും സത്യവും അഭ്യസിക്കുവാൻ വേണ്ടിയാണ് ദൈവവചനം ഇതിൻ്റെ കഷ്ടതയുടെ ചില ഉദ്ദേശങ്ങൾ. അതുപോലെ തന്നെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി വരുത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. അതുപോലെ തന്നെ വിനയപ്പെടാനും വിശുദ്ധീകരിക്കുവാനും നമ്മൾ ചില കാര്യങ്ങളിൽ വിനയപ്പെടേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, പറയുന്ന വാക്കും എറിയുന്ന കല്ലും തിരിച്ചെടുക്കാൻ പ്രയാസമാണ്, അല്ലേ? അത് ഏറ്റുകഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്നോടൊരു കാര്യം പറഞ്ഞു, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റു, അതിനുശേഷം ഞാൻ അനങ്ങുന്നില്ല, പിന്നെ എനിക്ക് ഒരു പ്രവർത്തനമില്ല, ആ മുറിവേറ്റ് അവിടെ കിടക്കുക. അങ്ങനെ ചിന്തിക്കരുത്. അതിനപ്പുറത്തായിട്ട് ബൈബിൾ പറയുന്നു, ഇങ്ങനെയാണ് നിന്നെ മടക്കി വരുത്തുവാൻ ദൈവത്തിന് കഴിയും. നിന്നെ അനുസരണവും സത്യവും പഠിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി മനുഷ്യനോട് പറയുന്നു, നീ വിനയപ്പെടാനും വിശുദ്ധീകരിക്കപ്പെടുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കഷ്ടപ്പാട് വരും. എന്താണ്? നീ വിനയപ്പെടണം. ചില കാര്യങ്ങൾ നമുക്ക് വിനയപ്പെടാൻ പറ്റത്തില്ല. നമുക്കൊരു സ്വഭാവമുണ്ട്, നമുക്കെല്ലാവർക്കും ദേഷ്യ സ്വഭാവമുണ്ട്, എന്തും പറയാനുള്ള കരുത്തും എല്ലാം ഉണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു, നീ വിനയത്തോടുകൂടി വന്ന് വിശുദ്ധീകരണത്തിലേക്ക് വരണമെന്നാണ്. നിങ്ങൾ ഈ വേദഭാഗം ചിന്തിക്കും എത്രമാത്രം കിടക്കുന്നറിയാമോ? ഇതിൽ പറയാനായിട്ട് ഇനി മണിക്കൂറുകൾ പ്രസംഗിക്കാനായിട്ടുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നത് സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിന് സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഒരു കഷ്ടത വന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം സ്നേഹിക്കുന്ന മക്കൾ തീർച്ചയായും ചിലപ്പോൾ തല്ലി, ചിലപ്പോൾ മര്യാദ പഠിപ്പിച്ച്, അവിടെ ഇരിയിടാന്ന് പറഞ്ഞ് എല്ലാം ശരിയാക്കി എടുക്കുവാൻ ദൈവത്തിന് കഴിയണം. അതാണ്. ഇനി ഫലം സമൃദ്ധിയായി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഒരു കഷ്ടപ്പാട് വന്നത് ഫലം ഉണ്ടാകാൻ വേണ്ടിയാണ്, നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ്, തലമുറകൾക്കൊരു അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരു പക്ഷേ ഒരു കഷ്ടത വന്നത്. വിശ്വാസ ജീവിതത്തിൽ മാതൃകയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മാതൃകയില്ലാത്തൊരു ജീവിതമല്ല, മദ്യപിക്കുകയല്ല, അല്ലേ? മദ്യപാനം മനുഷ്യന് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഇടയ്ക്കൊരു സഹോദരൻ ഞാൻ പറഞ്ഞു, തലമുടിയൊക്കെ ഒന്ന് വെട്ടി വരണമെന്ന് പറഞ്ഞു. ആ വ്യക്തി പറഞ്ഞു, എന്നോട് 1 മാസത്തെ ക്യാപ്പ് ഇട്ടു, ഞാൻ അടുത്ത മാസം, അല്ല ഈ മാസത്തെ അവസാനം അടുത്ത മാസം 2-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആവാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം അതിനുള്ള മുഖാന്തരം ഒരുക്കി. അടുത്ത മാസത്തേക്ക് പോയില്ല, അതിനു മുമ്പേ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി തലമുടി വെട്ടിച്ചു. പക്ഷെ അത് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവനെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവൻ്റെ മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ.
അവരുടെ ജീവിതങ്ങൾ നന്നായിരിക്കട്ടെ, നല്ല മക്കളായിട്ട് ജീവിക്കണ്ടേ. അതുകൊണ്ടാണ് ഫലം സമൃദ്ധിയായി ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇനി വിശ്വാസ ജീവിതത്തിൽ മാതൃകയുള്ളവാകണം. ശക്തിയും കൃപയും വർദ്ധിപ്പിച്ചെടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ വലിച്ചെറിയുന്ന ഒരു സ്ഥലമായി ദേവാലയം തീരരുത്. നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ച് പഠിച്ച് അവിടെ ഈ ഇടയനും ആടുകളും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ തൊഴുത്തി കിടക്കുന്ന ആടുകളെയും ദൈവം ശക്തിപ്പെടുത്തും. തൊഴുത്തി കിടക്കാൻ സമ്മതിക്കത്തില്ല. അവൻ്റെ മുറിവുകൾ കെട്ടപ്പെടും, അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ നടക്കണമെന്നില്ല, ചിലപ്പോൾ കുറേയൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നിറവേറുമ്പോൾ ദൈവം ഭാഗ്യവനാക്കി തീർക്കും. അപ്പോൾ പറയും, ദൈവമേ, എനിക്ക് കഷ്ടത വന്നത് ഗുണമായി, ഈ പ്രയാസം വന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി എന്ന് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ആകുലപ്പെട്ട് ഭാരപ്പെടരുത്. എൻ്റെ ദൈവം സന്തോഷമായിട്ട് അവൻ നല്ല മേച്ചിൽപ്പുറം സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും, അനുഗ്രഹിക്കും. അതിനായി ഈ ക്രിസ്ത്യ ജീവിതം, ഈ കൂട്ടായ്മ ജീവിതം, ഒരുമിച്ച് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം ധർമ്മശേഖര വാക്യങ്ങൾ ഒരുമിച്ച് ഏറ്റുചൊല്ലാം.